നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെയിം വീഡിയോ പോലെയാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 20-22 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിലൊരു 20 ക്വസ്റ്റ്യൻ നമുക്ക് മിൽക്കുട്ടി എടുത്ത് ചോദിക്കാം. ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ എങ്ങനെ മിൽക്കുട്ടി ആൻസർ പറയുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്കും പങ്കാളികളാവാം. കാരണം നമ്മൾ ഒരു 2 മാസത്തോളമായിട്ട് ക്ലാസ്സുകളൊന്നും പോസ്റ്റ് ചെയ്തിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. വെക്കേഷനിൽ നമ്മൾ ആപ്പാട് ഒരു 4 അത്രേ ഉള്ളൂ, അത്രേ ചെയ്തുള്ളൂ. കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ മറന്നു പോയിട്ടുണ്ട് എന്നുള്ള കമന്റ്സിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ്സിലൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത്ര ഗ്യാപ്പ് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വളരെ ശരിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അതിന് ഉള്ളൊരു അവസരമാണ് ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോ കേട്ടോ. നല്ല എനർജിയാണ് ഈ 2 വീഡിയോസും നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടാണ് ചോദിക്കുന്നത്. അതായത് മിൽക്കുട്ടി നമ്മൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ അതൊന്ന് ചിന്തിക്കുക. മിൽക്കുട്ടി അടുത്ത് ചോദിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും, നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എന്നിട്ട് മലയാളം പറയും ഞാൻ. എന്നിട്ട് ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, ഞാൻ നിർബന്ധിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സമയങ്ങളേറെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 22 ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം കേട്ടോ. 20 മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നലെ എനിക്ക് കോഴിക്കോട് നിന്നും കുറച്ച് ഡ്രസ്സുകൾ മേടിക്കാൻ സാധിച്ചിരുന്നു എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നലെ എനിക്ക് കോഴിക്കോട് നിന്നും കുറച്ച് ഡ്രസ്സസ് മേടിക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കുഡ്. ഈ കുഡ് വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് അതെ അതെ അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്, ഒരു സെന്റൻസ് വരുമ്പോൾ ഇതിൽ മേക്ക് ചെയ്യാൻ വേണ്ട ഓക്സിലറി വെർബ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്നാലും നമുക്ക് ആ ഓക്സിലറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ സെന്റൻസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വെർബിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഈ ഓക്സിലറി വെർബ് കൊടുത്താലാണ് കറക്റ്റ് ഏതാണ് ടെൻസ്, ഏത് ഓക്സിലറിയാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് അതിൻ്റെ മീനിങ് ഇരിക്കുന്നത്. അത് നമുക്കറിയാമല്ലേ. അപ്പോൾ ഈ ഓക്സിലറി നമ്മളിവിടെ ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു സെൻറ്റൻസ്, ഇന്നലെ എനിക്ക് കോഴിക്കോട് നിന്നും കുറച്ച് ഡ്രസ്സസ് മേടിക്കാൻ സാധിച്ചിരുന്നു, പറ്റിയിരുന്നു, കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയണം. I could buy some dresses from the Calicut. ഇന്നലെ yesterday. I could buy some dresses from Calicut yesterday. ഇന്നലെ എനിക്ക് കോഴിക്കോട് നിന്നും കുറച്ച് ഡ്രസ്സസ് മേടിക്കാൻ സാധിച്ചിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തത്, അവൾക്ക് അത് ഓർമ്മിക്കാൻ സാധിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞത് സാധിച്ചിരുന്നു എന്നാണ്. അതായത് മുന്നേ കഴിഞ്ഞു പോയൊരു സംഭവമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സാധിച്ചിരുന്നു. അതിൽ നമ്മൾ ഉപയോഗിച്ചത് കുഡാണല്ലേ. ഇവിടെയാണെങ്കിൽ അവൾക്ക് അത് ഓർമ്മിക്കാൻ സാധിച്ചു എന്നാണ്. സാധിച്ചു എന്നുള്ളത് വാസ് ഏബിൾ ടു പറയാം, അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. വാസ് ഏബിൾ ടു പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ചില ആൾക്കാർ ഇത് കുഡ് വെച്ചിട്ട് പറയാറുണ്ട്, തെറ്റൊന്നുമില്ല. സാധിച്ചു, സാധിച്ചിരുന്നു എന്നുള്ള രണ്ട് രീതിയിൽ പറയാറുണ്ട്. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് മുന്നേ ഒരു കാര്യം സാധിച്ചിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ കുഡ് പറയുന്നു. അതല്ലാതെ എനിക്ക് സാധിച്ചു പറ്റിയെന്നാണെങ്കിൽ നമ്മളവിടെ വാസ് ഏബിൾ ടു ആണ് പറയാം. ഓക്കെ, അപ്പൊ അവൾക്ക് അത് ഓർമ്മിക്കാൻ സാധിച്ചു. അവൾക്ക് അത് ഓർമ്മിക്കാൻ സാധിച്ചു. അപ്പോ ഇപ്പോ 2 ചോദ്യമായില്ലേ? അല്ല, അത് രണ്ടാമത്തെ. അത് രണ്ടാമത്തെ നീ പറഞ്ഞാൽ 2 ചോദ്യം കഴിയും. അവൾക്ക് അത് ഓർമ്മിക്കാൻ സാധിച്ചു. She was able to remember അത് she was able to remember that. അവൾക്ക് അത് ഓർമ്മിക്കാൻ സാധിച്ചു. രണ്ടെണ്ണായേ. രണ്ടെണ്ണായി. ഓക്കെ, മൂന്നാമത്തെ നമ്മളൊരു അനുവാദം ചോദിക്കുകയാണ്. അതിങ്ങനെയാണ് ചോദിക്കുന്നത്, ഞാൻ ആ വാതിലൊന്ന് അടയ്ക്കട്ടെ എന്ന് ഒരാളോട് അനുവാദം ചോദിക്കുന്നതാണ്.
ഒരാളോട് ചോദിക്കുന്നതാണ്. മേ ഐ ക്ലോസ് ദാറ്റ് ആ ക്ലോസ് ദാറ്റ്. നീ പറയുന്നതിന് മുൻപായിട്ട് ഇവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്ക്. ഓക്കെ, അതായത് നമ്മൾ അനുവാദം ചോദിക്കാനായിട്ട് നമ്മൾ മേ എന്ന് പറയുന്ന ഓക്സിലറി ആണ് യൂസ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഓക്കെ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ് അല്ലേ. മേ ഐ ക്ലോസ് ദ ഡോർ, ഞാൻ ഈ ഡോർ മേ ഐ കം എന്നൊക്കെ ചോദിക്കാം. മേ ഐ കം, ഞാൻ ഒന്ന് വന്നോട്ടെ. അതേപോലെ നമ്മൾ വേറൊരാളോട് അനുവാദം ചോദിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മേ. ഓക്കെ, ഇനി ഈ അനുവാദം ചോദിക്കുന്നത് പല പല രീതികളിലാവാം. എങ്ങനെയൊക്കെയാ ചോദിക്കാം? ഞാൻ ഈ വാതിലൊന്ന് അടയ്ക്കട്ടെ എന്ന് നമ്മൾ അവരോട് അനുവാദം ചോദിക്കാതെ ഞാൻ തന്നെ പറയണം, ഞാൻ ഈ വാതിൽ നടക്കട്ടെ കേട്ടോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ലെറ്റ് മീ എന്നാ പറയാം. ലെറ്റ് മീ ക്ലോസ് ദ ഡോർ. ലെറ്റ് മീ ക്ലോസ് ദ ഡോർ, ഞാൻ ഈ വാതിൽ നടക്കട്ടെ കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ലെറ്റ് മീ യൂസ് ചെയ്യണം. നമ്മൾ വേറൊരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ മേ ഐ ക്ലോസ് ദ ഡോർ. ഇനി നിങ്ങൾ ഈ വാതിലൊന്ന് അടയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കുഡ് യു പ്ലീസ് എന്ന് ചോദിക്കണം. അതാണ് ആ വ്യത്യാസം. കുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ, അത് നമ്മൾ അവരോട് ചോദിക്കുക, അവരോട് പറയാം. കുഡ് യു പ്ലീസ് കുഡ് യു പ്ലീസ്, അല്ലെങ്കിൽ പ്ലീസ് ക്ലോസ് ദ ഡോർ. ഞാനൊന്ന് വാതിൽ അടച്ചോട്ടെ ചോദിക്കുകയാണെങ്കിൽ മേ ഐ. ഇനി നമ്മൾ ഒരേ പ്രായക്കാരോടൊക്കെ ചോദിക്കുകയാണ്, അല്ല ആ വാതിൽ നടക്കുമോ, നിനക്ക് ആ വാതിൽ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ക്യാൻ യു എന്ന് ചോദിച്ചാൽ മതി. ക്യാൻ യു പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് ചോദിച്ചാൽ മതി. അത്രയും പൊളൈറ്റ് വേണ്ട. അതാണ് ആ 4 രീതികൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്, എനിക്ക് കുറച്ച് വെള്ളം തരുമോ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ. അത് നമ്മൾ അവിടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്സിലറിനെ യൂസ് ചെയ്യാം. എന്താ യൂസ് ചെയ്യാം? Could you please give me 1 glass of water? Could you please give me a glass of water? 1 glass of water എന്ന് പറയാം, a glass of water എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ഇന്നലെ കഴിഞ്ഞു പോയ കാര്യമാണ്, അപ്പം നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറയാം അല്ലേ. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞതാണ്. അപ്പം എങ്ങനെ പറയും? ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. I watched a movie yesterday. I watched a movie yesterday അല്ലേ. അപ്പോൾ അവിടെ ആ വാച്ച്ഡ് എന്നുള്ള വാക്കാണ് അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് നോക്കേണ്ടത് അല്ലേ. വാച്ച് എന്ന് പറയുന്നത് V1 ആണ്. വാച്ച്ഡ് ആണോ? വാച്ച്ഡ് എന്ന് പറയുന്നത് വാച്ച്ഡ് തന്നെ അല്ലേ. അപ്പോൾ അവിടെ ഹൗ ഹാസ് ഒന്നും വന്നിട്ടില്ല. I watched a movie yesterday. അത് ഉത്തരമാണ്. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു, പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു അല്ലേ. അടുത്തത്, ഇന്നലെ ഞാൻ കണ്ട സിനിമ വളരെ നല്ലതായിരുന്നു. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു, അത് നല്ലതായിരുന്നു എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കണ്ട സിനിമ എന്തായിരുന്നു, അത് നല്ലതായിരുന്നു എന്നാണ്. അപ്പോൾ 2 സെൻറ്റൻസ് വരും. അതായത് കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പറയാൻ നോക്കിയാൽ മതി. കുഴപ്പമില്ല, പറ. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതായത് ഇന്നലെ ഞാൻ കണ്ട സിനിമ, അല്ലെങ്കിൽ ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു, അത് നല്ലതായിരുന്നു എന്നാണ് പറയേണ്ടത്. ഇന്നലെ ഞാൻ കണ്ട സിനിമ നല്ലതായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ട സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ തുടങ്ങണം. I watched a movie yesterday. ആഫ്റ്റർ ഒന്നും വേണ്ട, അത് നല്ലതായിരുന്നു. That was a good movie. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും പറയാ അല്ലേ. I watched a movie yesterday. That was good. അപ്പൊ ഇതിനെ തിരിച്ചു പറയണം. That was a movie. അങ്ങനെയല്ല, ഇതിനെ തിരിച്ചു പറയണം. അതായത് the movie that I saw അല്ലെങ്കിൽ that I watched yesterday was good. കണ്ടോ, തിരിച്ചു പറഞ്ഞാൽ കറക്റ്റ് ആവും. അതെ. മിൽക്കുട്ടി ആദ്യം പറഞ്ഞ സെന്റൻസ് 2 സെന്റൻസ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഇതിന്റെ യഥാർത്ഥ മീനിങ് കിട്ടണമെങ്കിൽ ദ മൂവി ദാറ്റ് ഐ വാച്ച്ഡ് യെസ്റ്റർഡേ വാസ് ഗുഡ്. അപ്പൊ അവിടെ നമ്മൾ ആൻഡ് ഇല്ല. 2 സെന്റൻസ് കണക്ട് ചെയ്ത് ആൻഡ് ഉണ്ടാക്കിയില്ലേ, ആ ആൻഡ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ഈ 2 സെന്റൻസും കൂടി നമ്മൾ ഒന്നിച്ചാക്കി. ആൻഡ് വെച്ചായിരുന്നു അതിൽ കൂട്ടി യോജിപ്പിച്ചതെങ്കിൽ ഇവിടെ ആൻഡും ഇല്ല. ദ മൂവി ദാറ്റ് ഐ വാച്ച്ഡ് യെസ്റ്റർഡേ വാസ് ഗുഡ്, അത് നല്ലതായിരുന്നു എന്നാണ് അതിനർത്ഥം.
ഓക്കെ, ഇത് ഏത് രീതിയിലും പറയാട്ടോ. സ്പോക്കണിൽ നമുക്ക് മീനിങ് കിട്ടിയാൽ പോരെ. ഇത് നമ്മൾ ഗ്രാമാറ്റിക്കലി ഇങ്ങനെയൊക്കെയാണ് പറയാന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് അവർക്ക് നന്നായി ഫുട്ബോൾ കളിക്കാൻ സാധിക്കും, പറ്റും. ഏതായിരിക്കും ഓക്സിലറി? അല്ല, ആദ്യം ഏതാ ഓക്സിലറി പറ. അവർക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ കഴിയും. ക്യാൻ ആണ്. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ആർ ഏബിൾ ടു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം അല്ലെ? അപ്പൊ അവർക്കാണ്. ഒന്നുകിൽ ആർ ഏബിൾ ടു വെച്ച് പറയാം, അല്ലെങ്കിൽ ക്യാൻ വെച്ച് പറയാം. നമുക്കിവിടെ ക്യാൻ വെച്ച് പറഞ്ഞു നോക്കാം. അവർക്ക് നന്നായി ഫുട്ബോൾ കളിക്കാൻ കഴിയും. play the football very well. They can play the football very well. അവർക്ക് ഫുട്ബോൾ നന്നായിട്ട് കളിക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും, സാധിക്കും, പറ്റും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിന് ക്യാൻ യൂസ് ചെയ്തു അല്ലേ? ഇനി ക്യാൻ പോലെ തന്നെ നമുക്ക് ആർ ഏബിൾ ടു വെച്ചിട്ടും പറയാം. ആർ ഏബിൾ ടു വെച്ചിട്ട് എങ്ങനെ പറയാം? ആർ ഏബിൾ ടു വെച്ചിട്ട് എങ്ങനെ പറയാം? ആർ ഏബിൾ ടു വെച്ചിട്ട് they are able to play football very well. They are able to play the football very well. അവർക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ആർ ഏബിൾ ടു വെച്ചിട്ടും പറയാം, ക്യാൻ വെച്ചിട്ടും പറയാം. രണ്ടിനും സെയിം മീനിങ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കുഡ് ഉണ്ടല്ലോ, കഴിഞ്ഞിരുന്നു, സാധിച്ചിരുന്നു, പറ്റിയിരുന്നു, അതിന് നമ്മൾ കുഡ് യൂസ് ചെയ്തു. പിന്നെ അവിടെ സാധിച്ചു എന്നുള്ളതിന് നമ്മൾ അവിടെ വാസ് ഏബിൾ ടു ആണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആ വാസ് ഏബിൾ ടു ഉള്ളിടത്ത് നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും രണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ന് മഴ പെയ്യാം. ഇന്ന് മഴ പെയ്യാം, സാധ്യതയാണ്. അപ്പൊ എങ്ങനെ പറയാം? സാധ്യതയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാ? സാധ്യത. മേ അല്ലെ? അനുവാദം കൊടുക്കാനും നമ്മൾ മേ, അനുവാദം ചോദിക്കാനും മേ, അതേപോലെ സാധ്യതയ്ക്ക് നമ്മൾ മേ തന്നെയാണ് പറയാം. അപ്പൊ ഇന്ന് മഴ പെയ്യാം. It may rain today. It may rain today. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ ആയ. ഇനി 9. നാളെ ക്ലാസ് ഉണ്ടാകുമായിരിക്കാം. അതായത് ഉറപ്പില്ല, ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം. ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് റെഡ് അലർട്ടാണ്. ഇനിയിപ്പോൾ നാളെ റെഡ് അലർട്ട് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാകുമായിരിക്കാം എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ നമ്മൾ മേ എന്ന് പറയുന്ന വാക്കിനേക്കാളും സാധ്യത ഒന്നും കൂടി കുറവുള്ള സംഭവമാണ് അടുത്ത ഈ ഓക്സിലറി. അതേതായിരിക്കും? മൈറ്റ് അല്ലേ? മൈറ്റ് ആണ്. അതായത് നാളെ ക്ലാസ് ഉണ്ടാകുമായിരിക്കാം. അപ്പൊ എങ്ങനെ വരും? It might class tomorrow. It might class tomorrow. നാളെ ക്ലാസ് ഉണ്ടാവുമായിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, 9ാമത്തേണ്. ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ചെയ്യുമായിരുന്നു, മുന്നേ ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ക്ലൂ തരാം. ചെയ്യും എന്നാണെങ്കിൽ നമ്മൾ വില്ലാണ് പറയാം. അതല്ല, പണ്ട് പതിവായി അതൊന്നുമില്ല. ഞാൻ ചെയ്യുമായിരുന്നു എന്നേ ഉള്ളൂ. ഞാൻ ചെയ്യും എന്നാണെങ്കിൽ വില്ല് യൂസ് ചെയ്യും. ചെയ്യുമായിരുന്നു എന്നാണെങ്കിൽ അത്ര സാധ്യത ഇല്ല. അപ്പൊ നമ്മൾ വില്ലിന്റെ പാസ്റ്റ് ആണ് യൂസ് ചെയ്യാം. പറഞ്ഞോ. നീ പറഞ്ഞോ. വുഡ് യൂസ് ചെയ്യും അല്ലേ? അപ്പൊ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു എന്ന് എങ്ങനെ പറയും? ഐ വുഡ് ഡാൻസ്. അത്രേ ഉള്ളൂ. ഐ വുഡ് ഡാൻസ്. ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ഇനി ഇത് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാണ് കേട്ടോ. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് പതിവായി ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു എന്നാണെങ്കിലോ, അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അവിടെ നമ്മൾ യൂസ് ഇറ്റ് പറയണം. അപ്പൊ എങ്ങനെ പറയും? അപ്പോ I used to dance very well. In my childhood. In my childhood. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഡാൻസ് നന്നായി ചെയ്യുമായിരുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഒരു മിനിറ്റ്. എപ്പോഴും സൗണ്ടാണ്. അടുത്ത ചോദ്യം കേട്ടോ, 12ാമത്തെ ചോദ്യമാണ്. അവളുടെ സഹായം തീർച്ചയായും നീ ഓർമ്മിക്കണം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഏതാ? ചെയ്യണം. ഷുഡ് ആണ്. അപ്പൊ അവളുടെ സഹായം തീർച്ചയായിട്ടും നീ ഓർമ്മിക്കണം എന്ന് പറയണം. You should remember her. സഹായം. ഹെൽപ്പ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്കിത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കിത് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ആവശ്യമുണ്ട് എന്നുള്ളത് പറയണം, എന്നാലേ കിട്ടുള്ളൂ. ആവശ്യമില്ല എന്നുള്ളതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആവശ്യത്തിന് നമ്മൾ പറയുന്ന വാക്ക് ഏതാ? വാണ്ട് ആണ് അല്ലേ? അപ്പൊ ഇനി അതിനെ നെഗറ്റീവ് ആക്കി. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ എങ്ങനെ പറയും? അപ്പോ I don't want to think. I don't want to think. അതിനെ പറ്റി
അതിനെ പറ്റി പറയുമ്പോ ദാറ്റ് എബൌട്ട് ദാറ്റ് അബൌട്ട് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയാനാണ് നമ്മൾ വാണ്ട് വാണ്ടിൻ്റെ കൂടെ നോട്ട് ഇട്ടിട്ട് പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് വാണ്ട് വെറും നോട്ടല്ല കേട്ടോ, അതായത് വാണ്ട് നോട്ട് എന്നുള്ള സംഭവം നമ്മൾ അങ്ങനെ യൂസേജ് ഇല്ല. ഈ വാണ്ടിൻ്റെ ഉള്ളിൽ ഡു ഒളിഞ്ഞിടപ്പുണ്ട്, അതിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നോട്ട് ഇടുന്നത്. ഐ ഡോണ്ട് വാണ്ട് അത് തന്നെയാണ് നീഡിലും വരുന്നത്. ഐ ഡു നോട്ട് നീഡ് എന്ന് പറയും. ഓക്കെ, അടുത്തത് 14ാമത്തെ ചോദ്യം. അവൾ നിന്നോട് പറഞ്ഞേക്കാം. സാധ്യത, വീണ്ടും സാധ്യത, സിംഗുലറാണ്, അവളാണ്. അവൾ പറഞ്ഞേക്കാം. മേ അല്ല ഇവിടെ വരിക, മേ ഷാള് കൊടുക്കണം. ഷീ ഷാൾ. അതായത് സാധ്യതയ്ക്ക് നമ്മൾ പറയുന്ന സംഭവം തന്നെയാണ് ഷാള് അല്ലേ. അവൾ നിന്നോട് കറക്റ്റായിട്ട് പറയുന്നതാണെങ്കിൽ ഷീ വിൽ പറയും, ടെൽ യു, ഷീ വിൽ ടെൽ യു എന്ന് പറയും. ഇത് ഒരു പക്ഷെ പറഞ്ഞേക്കാം. അപ്പൊ ഷീ ഷാൾ ടെൽ യു, അവൾ ഒരു പക്ഷെ പറഞ്ഞേക്കാം. എനിക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ, നീ ഇതിനെപ്പറ്റി ചിന്തിക്കണം. വീണ്ടും നീ ഇതിനെപ്പറ്റി ചിന്തിക്കണം. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. അല്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇത് നമ്മൾ ഒരിക്കൽ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ, അത് റിപ്പീറ്റഡ് ആണ്. അത് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ യു ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഷുഡിന്റെ യൂസേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് അത് ഷുഡ് നമ്മൾ ഇതിന് മേലൊന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ കട്ട് ചെയ്യണേ. അടുത്തത്, അവളെ ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാൻ ഓർമ്മിക്കണം എന്ന് പറഞ്ഞില്ലേ. 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത്, അപ്പോൾ അത് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്തത് 15ാമത്തെ ചോദ്യം കേട്ടോ. അവൻ എന്നെ സഹായിച്ചാൽ. അവൻ എന്നെ സഹായിച്ചാൽ മീൻസ് അവൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അവനെ സഹായിക്കും. ഞാൻ അവനെ സഹായിക്കും, അതായത് നടന്നിട്ടില്ല, നടക്കാൻ പോകുന്ന കാര്യം. അപ്പൊ അവൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അവനെ സഹായിക്കും. If he helps me, I will help him. If he helps me. അവിടെ ഹെൽപ്സ് ഉണ്ടല്ലോ, അവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഹി എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ ഇഫ് ഹി ഹെൽപ്സ് മീ, അവൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഐ വിൽ ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിക്കും. ഇനി ഇതിനെ പാസ്റ്റ് ആക്കിയിട്ട് നോക്കാം, കഴിഞ്ഞു പോയ കാര്യമാണെന്നുള്ളത് ചിന്തിക്കാം. അതായത് അയാൾ എന്നെ സഹായിച്ചു എങ്കിൽ ഞാൻ എക്സാം പാസ്സാകുമായിരുന്നേനെ, അല്ലെങ്കിൽ എക്സാം പാസ്സാകുമായിരുന്നു. കഴിഞ്ഞു പോയി, രണ്ടും കഴിഞ്ഞു പോയി. അയാൾ എന്നെ സഹായിച്ചുമില്ല, ഞാൻ എക്സാം പാസ്സായതുമില്ല. കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് അയാൾ എന്നെ എക്സാമിന് സഹായിച്ചിരുന്നു എങ്കിൽ ഞാൻ പാസ്സാകുമായിരുന്നു. അപ്പം എങ്ങനെ പറയും? കഴിഞ്ഞിരുന്നു എങ്കിൽ അല്ലേ, ഇഫ് ക്ലോസ് തന്നെയാണ്. സഹായിച്ചിരുന്നു. If he helped me, I would help. അല്ല, ഞാൻ എക്സാം പാസ്സാകുമായിരുന്നു. I would pass the exam. If he helped me, I would pass the exam. അവിടെ വുഡ് ആണ് വരിക. ഓക്കെ, ഇഫിന്റെ 2 ക്ലോസും. അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ബെല്ലടിച്ചു. ഞാൻ ക്ലാസ്സിലെത്തി അപ്പോഴേക്കും ബെല്ലടിച്ചു. ഇത് പല രീതിയിൽ പറയാം. The bell rang. The bell rang, ബെല്ലടിച്ചു. ഞാൻ ക്ലാസ്സിലെത്തിയപ്പോഴേക്കും. When I reached my class. When I reached my class എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ ബെല്ലടിച്ചു എന്നാണ്. ഇനി അപ്പോഴേക്കും ഒന്ന് കിട്ടണം. ഞാൻ ക്ലാസ്സിൽ എത്തിയ ഉടനെ എന്നുള്ളത് പറയാം അല്ലേ. അപ്പൊ നമ്മൾ ആസൂണാസ് പറയാം. ഞാൻ ആസൂണാസിന്റെ കാര്യം തന്നെ അതൊക്കെ മറന്നുപോയി അല്ലേ. അപ്പോ I reached the class as soon as I അല്ല, the bell rang as soon as I reached the class. Okay, the bell rang as soon as I reached the class. എങ്ങനെയാണ് വരിക? അത് പമ്പേനൊന്നും കടത്താൻ പറ്റില്ല, നമുക്ക് ആവശ്യമുണ്ട്. അടുത്തത് 18ാമത് കേട്ടോ. ഞാൻ റോഡിലൂടെ കാർ ഓടിച്ചു. അപ്പൊ ഓടിക്കുക എന്നുള്ള വാക്ക് ആദ്യം കിട്ടണം. ഓടിച്ചു എന്നുള്ളത് 2ാമത് വരും. ഓടിക്കുക എന്നുള്ളതിനാ ഇജ്ജ് തെറ്റിക്കുന്നത് എനിക്ക് അറിയാതാണ്. ഓടിക്കുക എന്നുള്ള വാക്കെന്താ? ഓടിക്കുക എന്നുള്ള വാക്കെന്താ?
ഡ്രൈവ്, അതിന്റെ പാസ്റ്റ് എന്താ? ഡ്രിവൺ, പാസ്റ്റ് എന്താ? ഡ്രൈവ്, ഡ്രോവ്. ആ, ഇത്ര ദിവസം മീൽക്കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഡ്രൈവ് ചോദിച്ചാൽ അപ്പൊ ഡ്രൈവ്ഡ് എന്ന് പറയും. അതാണ് ഞാനത് ചോദിക്കാൻ കാര്യം. ഡ്രൈവ് പാസ്റ്റ് ഡ്രോവ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ റോഡിലൂടെ കാർ ഓടിച്ചു. I drove the car. റോഡിലൂടെ, ഒരു കാര്യത്തിലൂടെ. along the road അല്ലേ? എന്തോ ലോങ് ഉണ്ട്. ലോങ് അല്ല, along. I drove the car along the road. ഇത് ഇങ്ങോട്ട് നോക്കിയിട്ട് കാര്യം, അതിൽ ഇംഗ്ലീഷ് ഇല്ല, ഇത് ഫുള്ള് മലയാളമാണ്. ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുക അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ. അടുത്തത് 19. അവർ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ലേ? ഒരു കാര്യം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാന്ന് അറിയണം. അതിനെ നെഗറ്റീവ് ആക്കണം, അതിൽ നിന്നും ചോദ്യം ഉണ്ടാക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉറപ്പാണ്. അപ്പോ അവർ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ലേ? അവർ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ലേ? അപ്പൊ നൽകുക എന്നുള്ള വാക്ക് ആദ്യം കണ്ടുപിടിക്കണം. എന്താ നൽകുക? ഗിവ് അല്ലേ? ഗിവ് ആണ് നൽകുക. ഇനി അവർ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ലേ എന്നാക്കണം. എങ്ങനെ ചോദിക്കും? അവർ ഹാവിന്റ് ദേ വരെ ശരിയാ, ബാക്കി എന്ത് പറയും? തെറ്റാണ്. ഹാവ് കഴിഞ്ഞ ഹാവിന്റെ ഗിവൺ. സമ്മൊന്നും വേണ്ട. ഹാവിന്റെ ഗിവൺ ബ്രേക്ക്ഫാസ്റ്റ്. അവർ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ലേ? മറ്റേ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ല, കുറച്ചൊന്നും ചോദിക്കാം, അങ്ങനെ പറയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചുമ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അവർ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ലേ? ഹാവിന്റെ ഗിവൺ യു, നിങ്ങൾക്കല്ലേ, നിനക്കല്ലേ. ഹാവിന്റെ ഗിവൺ യു ബ്രേക്ക്ഫാസ്റ്റ്. അവർ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടില്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, 20ാമത്തെ ചോദ്യം. ഞാൻ അതിൽ 22 ഇടാൻ കാര്യം ഇതാണ്, ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയേ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇത് കുറച്ചൊരു ലെങ്ത് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഞാൻ ഇന്നലെ നിന്നെ കണ്ടപ്പോൾ നീ ബൈക്ക് ഓടിക്കുകയായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ടിനോട് പറയാണ്, ഇന്നലെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് നീ ബൈക്ക് ഓടിക്കുകയായിരുന്നില്ലേ എന്നെനിക്കൊരു ഡൗട്ട്. അപ്പൊ ഞാനത് ചോദിക്കുകയാണ് പിന്നീട്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് പറയണം. അതായത് നിക്ക്, തെറ്റിക്കും, എനിക്കറിയാം. ഇന്നലെ ബൈക്ക് ഓടിക്കുകയായിരുന്നു എന്ന് പറയണം. ഇന്നലെ നീ ബൈക്ക് ഓടിക്കുകയായിരുന്നു എന്ന് പറയണം. അതിൽ നിന്നും ബൈക്ക് ഓടിക്കുകയായിരുന്നില്ല എന്നാക്കിയിട്ട് ചോദ്യം ഉണ്ടാക്കണം. ഇത്രയും ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോ ഇന്നലെ നീ ബൈക്ക് ഓടിക്കുകയായിരുന്നില്ലേ എന്ന് കിട്ടാനായിട്ട് പറഞ്ഞോ. ആദ്യം ഇത് പറ, ഇന്നലെ നീ ബൈക്ക് ഓടിക്കുകയായിരുന്നില്ലേ? ഫസ്റ്റ് പറയേണ്ടത് നീ ബൈക്ക് ഓടിക്കുകയായിരുന്നില്ലേ അല്ലേ? Weren't you driving? Weren't you driving the bike? Yesterday. Yesterday അവിടെ നിൽക്കട്ടെ. Weren't you driving the bike? ഇന്നലെ ഞാൻ നിന്നെ കണ്ടപ്പോൾ, അപ്പോൾ. When I met you. ഇന്നലെ. ഇത്രേ ഉള്ളൂ. അപ്പോ മറ്റേ ഫസ്റ്റ് ചോദ്യത്തിന്റെ yesterday ഏറ്റവും ലാസ്റ്റ് ഇട്ടാ മതി. എത്ര ഉള്ളൂ. അപ്പൊ weren't you driving when I met you yesterday? ഞാൻ നിന്നെ കണ്ടപ്പോൾ ഇന്നലെ നീ വണ്ടി ഓടിക്കുകയായിരുന്നില്ല എന്നാണ്. ഇതിന്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മലയാളം വരുമ്പോൾ തല തിരിഞ്ഞ് വരും. മലയാളം പറയുന്നത് ഒന്ന്, ഇംഗ്ലീഷ് പറയുന്നത് ഒന്ന്. ഇംഗ്ലീഷ് പറയുന്നത് ഇങ്ങനെയാണ്, നീ ബൈക്ക് ഓടിക്കുകയായിരുന്നില്ലേ അപ്പോൾ ഞാൻ നിന്നെ കണ്ടു, ഇങ്ങനെയാണ് വരിക. മീൻസ് അപ്പോൾ എന്നുള്ള വെന്റ് നടുക്ക് വരും. അപ്പൊ അതാണ് പ്രശ്നം. നമുക്ക് ഈ പറയുമ്പോൾ തല തിരിഞ്ഞു വരുമ്പോൾ
നമ്മുടെ തലയിൽ പ്രോസസ്സ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ദാ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനും മിൽക്കുട്ടി ഓൾമോസ്റ്റ് ഒന്നേ തെറ്റിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടോ. അതെ, അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടരെ നമ്മൾ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞായറാഴ്ച ഞങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ടൈം ഉള്ളൂ. അതെ. അപ്പോൾ അടുത്ത ഇതേ ഒരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.